നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പനീറിൻ്റെ ഒരു റെസിപ്പി ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നോൺ വെജ് ഒരെണ്ണം ചെയ്യാമെന്ന്. അപ്പോൾ നമുക്കിന്ന് വറുത്തരച്ച കോഴിക്കറി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. വീട്ടിൽ 2-3 ടൈപ്പ് കോഴിക്കറി ഞാൻ ചെയ്യാറുണ്ടെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഉള്ളതാണ് കേട്ടോ ഈ വറുത്തരച്ച കോഴിക്കറി. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ബായോ. ആദ്യം ഒരു ചട്ടി ചൂടാക്കാൻ വയ്ക്കുക. നമുക്ക് ഇതിനകത്തേക്ക് ഇറച്ചിക്കകത്ത് മിക്സ് ചെയ്യാനുള്ള മസാല ചൂടാക്കാം. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞിട്ട് 4 സ്പൂൺ മുളക് പൊടി. ഇവിടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് 4 സ്പൂൺ മല്ലിപ്പൊടി, ശേഷം 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല. ഇത്രയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ പൊടി ഐറ്റംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും. തീ കുറച്ചിട്ടിട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ മസാലയുടെ പച്ചച്ചവയൊക്കെ മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് വേണം നമ്മൾ ചിക്കനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. എന്നാൽ അടിയിൽ പിടിക്കുകയും ചെയ്യരുത്, കരിഞ്ഞു പോവുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എടുത്ത് വെക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കന് വേണ്ടിയോ ആവശ്യത്തിന് ഉപ്പ്. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ല മസാലയില്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയെല്ലാം ഇതിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ ഇതിനകത്തേക്ക് പിടിക്കും. അപ്പോൾ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വറുത്തരച്ച കോഴിക്കറിയല്ലേ, അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം. ആദ്യം നിങ്ങളുടെ ആവശ്യത്തിന്, നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ ആവശ്യത്തിനുള്ള തേങ്ങയാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ എൻ്റെ ഇതിനുള്ള കണക്കിനുള്ള തേങ്ങ എടുത്തു. അതിനകത്തേക്ക് കുറച്ച് കുരുമുളക്, അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് കൊച്ചുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആവും. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. നന്നായിട്ട് വറുത്തെടുക്കുക, കരിഞ്ഞു പോരുത് തേങ്ങ. അപ്പം ഞാനിതാണ്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തു. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. അരച്ച് പേസ്റ്റ് ആക്കാനുള്ളതാണേ. ഇനി നമുക്ക് ചട്ടി എടുക്കുക. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷമേ നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചവ മാറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്തേക്ക് സവാളയും കൊച്ചുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സവാള 3 എണ്ണം, ചെറിയ സവാളയാണെങ്കിൽ 3 എണ്ണവും, പിന്നെ ഒരു 10-15 കൊച്ചുള്ളിയും കൂടി എടുക്കുന്നുണ്ട്. കൊച്ചുള്ളി തോനെ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അതാ ഉള്ളി ഇട്ട് കൊടുത്തു. ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം അടച്ച് വെക്കണം കേട്ടോ. അപ്പോഴും നന്നായിട്ട് വഴണ്ട് കിട്ടും ഇത്. എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. വഴറ്റാൻ വെച്ച ഉള്ളി അടപ്പ് എടുത്ത് നമ്മൾ ഇപ്പോൾ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 2 പച്ചമുളക്, എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം, യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് നേരവും കൂടി അടച്ച് വയ്ക്കാം. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പം വേണ്ടേ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്, പച്ചമുളക് വഴറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തക്കാളിയും കൂടി ആഡ് ചെയ്ത് എടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി അടച്ച് വയ്ക്കാം.
ഇത് തുറന്നു. ഇപ്പം എല്ലാം നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി നേരത്തെ മസാല പുരട്ടി വെച്ച് ഇറച്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇറച്ചി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഒരു 15 കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. 10-15 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ചോറ് ഞാൻ വയ്ക്കുന്നുണ്ട്. ഇപ്പം ഒന്ന് തിളച്ചു, നന്നായിട്ട് ആ വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് ഇറച്ചിക്കകത്തു നിന്നുള്ള. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം നേരത്തെ ആദ്യം ഒഴിക്കാൻ പറഞ്ഞത് അടി പിടിക്കാതിരിക്കാനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറച്ചിയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഇല്ലേ, തേങ്ങയും മസാലയൊക്കെ വറുത്തത്, അതും കൂടി ഇതിനകത്തേക്ക് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് ഇളക്കി നന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഈ തേങ്ങയൊക്കെ അതുമായിട്ട് ഒന്ന് മിക്സായി തേങ്ങയൊക്കെ അതിനകത്ത് പിടിച്ച് വേകാനുള്ളതും ഇറച്ചി വേകാനുള്ള സമയമാണ് നമുക്ക് വേണ്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി അടച്ച് വെച്ച് വേവിക്കാം. നിങ്ങൾ കാണാൻ വെന്തുകൊണ്ടിരിക്കുകയാണ്, നന്നായിട്ട് തിളച്ചു. അതിനിടയ്ക്ക് ഞാൻ അടപ്പൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. അതുകൊണ്ട് നന്നായിട്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഈ കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കരിവേപ്പിലയൊക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരവും കൂടി അടച്ച് വെച്ച് വേവിക്കും. നന്നായിട്ട് ചിക്കനൊക്കെ ഒന്നും കൂടി വെന്ത് കിട്ടണ്ടേ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരവും കൂടി അടച്ച് വെച്ച് വേവിക്കാം. അതുകൊണ്ട് ഇപ്പം കുറച്ചും കൂടി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നിങ്ങളുടെ പരുവത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുറുകി എടുക്കാം. എനിക്കിവിടെ കുറച്ച് കറിയായിട്ട് വേണം, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കറിയായിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ വറുത്തരച്ച കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി കുറുക്കണമെങ്കിൽ കുറുക്കാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ റെസിപ്പി. നമ്മുടെ വറുത്തരച്ച കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നിടം വരെയും ബൈ, സീ യു.